എപ്പിസോഡ്സിന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഓരോ മനുഷ്യനിലും അയാളുടേതായ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് കണ്ടെത്തുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്. നമുക്കെപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്ന ഇൻ്റലിജൻസ് കൊണ്ടാണ് കൂടുതൽ നേട്ടം ഉണ്ടാവുക. അത്തരം ഇൻ്റലിജൻസിൽ എന്താണ് നിങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻ്റലിജൻസാണ് ലാംഗ്വേജ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഭാഷ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് എളുപ്പം മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ലാംഗ്വേജ് ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ നല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള ജോലികളിൽ കൂടുതൽ നന്നായിട്ട് ശോഭിക്കാറുണ്ട്. ടീച്ചേഴ്സായിട്ട് ഇവർ ശോഭിക്കാറുണ്ട്, അതുപോലെ അഡ്വക്കേറ്റ്സ് ആയിട്ട് ഇവർ ശോഭിക്കാറുണ്ട്, റേഡിയോ TV പോലെയുള്ളതിൽ അവതാരകരായിട്ട് ഇവർ നന്നായിട്ട് ശോഭിക്കാറുണ്ട്, എഴുത്തുകാരായിട്ട് ശോഭിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ തരം ഇൻ്റലിജൻസ് പറയുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല ഗായകരാവണം എന്നതല്ല. ഇങ്ങനെയുള്ളവർക്ക് സൗണ്ടിൻ്റെ പാറ്റേൺ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. ഒരു പാട്ട് ഒരു തവണ കേട്ടാൽ മതി ഇവർക്ക് അതിൻ്റെ ആ ഒരു ട്യൂൺ ഓർമ്മയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആളുകൾ സംസാരിക്കുന്ന രീതി, അവരുടെ സംസാരത്തിൻ്റെ ടോൺ, ഇതൊക്കെ ഇവർ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബ്ദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മളൊരു സാധാരണ മേശപ്പുറത്ത് കൊട്ടുന്ന ശബ്ദമല്ല നമ്മൾ ചുവരിൽ കൊട്ടുമ്പോഴുണ്ടാവുന്നത്. അത്തരം ചെറിയ വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടാകും. ഇങ്ങനെയുള്ളത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ് കൂടുതൽ നന്നായിട്ട് ശോഭിച്ച് കാണാറുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് സംഗീതവും കലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. ഒരല്പം കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ്, അക്വസ്റ്റിക് എഞ്ചിനീയറിംഗ്, ഇത്തരം മേഖലകളിൽ ഇവർ നന്നായിട്ട് ശോഭിച്ച് കാണാറുണ്ട്. ഇനി മൂന്നാമത്തെ തരം ഇൻ്റലിജൻസ് പറയുന്നത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തെ 3 ഡയമെൻഷനിലായിട്ട് സങ്കല്പിക്കാനുള്ള കഴിവ്. ഒരു റൂം പണിയുകയാണെന്ന് വിചാരിക്കുക. ഈ റൂമിന് ഇത്ര അടി വീതിയുണ്ട്, ഇത്ര അടി നീളമുണ്ട്, ഇത്ര അടി ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് സങ്കല്പിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി, അങ്ങനെയുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ വളരെ ഗിഫ്റ്റഡ് ആണ്. കാരണം അങ്ങനെയുള്ളവരാണ് മികച്ച ക്രാഫ്റ്റ്മെൻ ആയി മാറാറുള്ളത്. അതായത് കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്. ഇങ്ങനെയുള്ളവർ ബേസിക്കലി ആർക്കിടെക്റ്റുകളെ പോലെയാണ് ചിന്തിക്കുക. ഇവർക്ക് ഇല്ലാത്ത ഒരു സംഗതിയെ സങ്കല്പിച്ചെടുക്കാനും അതിനെ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും. ഇവർ ഡിസൈനേഴ്സായിട്ട് നന്നായിട്ട് ശോഭിക്കാറുണ്ട്, ആർക്കിടെക്റ്റുകളായി ശോഭിക്കാറുണ്ട്, ക്രാഫ്റ്റ്സ്മാൻ, അതായത് കൊത്തുപണികൾ ചെയ്യുക, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക, ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള ജോലികൾ ഇവർ നന്നായിട്ട് ശോഭിക്കാറുണ്ട്. നാലാമത്തെ തരം ഇൻ്റലിജൻസ് പറയുന്നത് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ്. കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ്മെൻറ്റ് ചെയ്യുന്നതിലെ ബുദ്ധി. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ? ശരീരത്തിൻ്റെ മൂവ്മെൻറ്റുകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. ആ മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഇൻസ്പയർഡ് ആകും. ഇനി ഇത്തരം ആളുകൾ വളരെ സ്മൂത്തായ മൂവ്മെൻറ്റ് ആവശ്യമുള്ള മേഖലയിലും ശോഭിക്കാറുണ്ട്. ഒരു സർജറി ചെയ്യുക, ഒരു ചിത്രം വരയ്ക്കുക, ഇത്തരം മേഖലകളിലും ഇങ്ങനെയുള്ളവർ ശോഭിച്ച് കാണാറുണ്ട്. അടുത്ത തരം ഇൻ്റലിജൻസ് പറയുന്നത് ലോജിക്കൽ ഇൻ്റലിജൻസ് ആണ്. ലോജിക്കൽ ഇൻ്റലിജൻസ് ജീവിതത്തിന് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ഇങ്ങനെയുള്ളവർക്ക് തീരുമാനമെടുക്കാൻ പ്രയാസമുണ്ടാവില്ല. ഡിസിഷൻ മേക്കിങ്ങിൽ ഇവർ വളരെ സ്റ്റാറുകളായിരിക്കും. കാരണം ഡാറ്റ ബേസ്ഡ് ആയിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെയുള്ള ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തി ഒരു മുഴം മുമ്പേ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവെ തെറ്റാറില്ല, അവരുടെ അഭിപ്രായങ്ങളും തെറ്റാറില്ല, അവരുടെ വിലയിരുത്തലുകളും തെറ്റാറില്ല. ഇങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ലോജിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾ. നിങ്ങൾക്ക് ലോജിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുക. തീരുമാനങ്ങൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ ആ തീരുമാനങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കുറവാണ്. ഇത്തരം ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കൽ ഇൻ്റലിജൻസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ മേഖലയാണ് ഒന്ന് ബിസിനസ്. പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ തീരുമാനം എടുക്കുന്ന മാനേജ്മെൻറ്റ് ജോലികൾ, ഇതൊക്കെ ഇത്തരം ആളുകൾക്ക് ശോഭിക്കാവുന്ന മേഖലകളാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് ഇൻ്റലിജൻസ് ആണ് നിങ്ങളിൽ നന്നായിട്ടുള്ളതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.